ശ്രീ ഗോപാലകൃഷ്ണൻ, വോട്ട് ചോരിയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെയും അവരുടെ വിശദീകരണം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിൻ്റെ തോൽവിയെ എങ്ങനെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ കാണുന്നത്? മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. എന്തായാലും വോട്ട് ചോരി എന്നതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ആരോപണം. ഇനി ഗോപാലകൃഷ്ണൻ ജമ്മു കാശ്മീരിൽ നാളെ ഇറക്കിയിട്ടാണ് ഹരിയാനയിൽ തോറ്റത് എന്ന് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്കിലും പറയാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ല ഉദ്ദേശം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ പരാജയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ്, അവർക്കൊരു ധാരണയുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ജനങ്ങൾ കോൺഗ്രസ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. കോൺഗ്രസ്സിന് വലിയ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ പേരിൽ പുറത്ത് തഴമ്പ് നോക്കിയാൽ ആ തഴമ്പ് വിശ്വസിക്കും. ഇങ്ങനെയുള്ളൊരു തോന്നലുണ്ട്. പിന്നെ ജനങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ കടലിൽ ചാടുകയോ വെങ്കായം, കുരുമുളക്, വെളുത്തുള്ളി, തക്കാളി എന്നൊക്കെ പറഞ്ഞ് ഈ ഉടായ്പ പരിപാടിയുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഉടായ്പ പരിപാടി ഉണ്ടല്ലോ, ഒരു സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കാറിൻ്റെ മുകളിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ ഒരു പെട്ടിപ്പീടികയിൽ പോയിരിക്കുക, ആ പെട്ടിപ്പീടികയിൽ നിന്ന് ചായ കഴിക്കുക, അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി കടലിൽ ചാടുക. ഇതിനൊന്നും പുതിയ ഇന്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ ഒരു സ്വാധീനവുമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ?